ഈ കറി കുറച്ചും കൂടി ബ്യൂട്ടി ആയിട്ടുണ്ടാവും കളർ ചേർത്തിട്ടുണ്ടെങ്കിൽ. നമ്മുടെ കളർ ചേർത്തിട്ടില്ല. അതെ, നോക്കട്ടെ. ഇപ്പൊ പറയാം എല്ലാതും. കഴിച്ചിട്ട് പറയും, ടെൻഷൻ അടിക്കണ്ട. ഇല്ല ഇല്ല. അരെ വാ, വേറെ ലെവലാണ് അല്ലേ? ഒന്നും പറയല്ല. അത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുണ്ട്, അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓരോ സാധനങ്ങൾ ചേർത്തുമ്പോഴും അതാത് മൂപ്പെത്തിയിട്ടാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇത് കഴിക്കുമ്പോൾ വളരെ വൃത്തിയായിട്ട് തന്നെ അറിയാൻ കഴിയുന്നുണ്ട് പറയാം. ഹായ്, പാടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പനീർ ബട്ടർ മസാലയാണ്. അത് നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കറിയാണ്. അത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ, ദോശയുടെ കൂടെ, ഇഡ്ഡലിയുടെ കൂടെ എല്ലാം നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കറിയാണ്. അപ്പോൾ ഇതിൽ വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് എന്തൊക്കെയാണെന്ന് ഞാൻ പെട്ടെന്ന് പരിചയപ്പെടുത്തി തരാം. ആദ്യം നമ്മൾ പനീറാണ് മെയിനായിട്ട് വേണ്ടത്. അതേപോലെ പച്ചമുളക്, ബേ ലീഫ്, വെളുത്തുള്ളി, ഇഞ്ചി, ഉള്ളി, വലിയ ഉള്ളി, പട്ട, തക്കാളി, മല്ലിയില, ഉപ്പ്, എണ്ണ, കസൂരി മേത്തി, അതേപോലെ പാപ്രിക്ക, ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ ബട്ടർ, കുറച്ച് അണ്ടിപ്പരിപ്പ്, അതേപോലെ വെള്ളം. ഇത്രയും ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് നമ്മളിവിടെ നിന്ന് പനീർ ബട്ടർ മസാല ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് ഇതിൻ്റെ സ്റ്റെപ്പ് അരച്ചെടുക്കലാണ്. ആദ്യം നമുക്ക് വെളുത്തുള്ളി അത് ഇട്ട് കൊടുക്കുക. അതേപോലെ ഇഞ്ചി ഒരു കഷ്ണം, പച്ചമുളക്, ഒരു 3 തക്കാളി കട്ട് ചെയ്തത് ഇടാം. കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നമുക്ക് നല്ലപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഗ്യാസ് കത്തിച്ചിട്ട് പാൻ അടുപ്പിൽ വെക്കാം. പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കുക. പാൻ നല്ലപോലെ ഒന്ന് ചൂടാവട്ടെ. പാൻ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 50 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കാം. നല്ലപോലെ അലിഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 400 ഗ്രാം പനീർ ഇട്ട് കൊടുക്കാം. ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് പാപ്രിക്ക, അതൊരു ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ കസൂരി മേത്തി 1 ടീസ്പൂണ് ഇട്ട് കൊടുക്കാം. അങ്ങനെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതൊരു സെമി ഫ്രൈ ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഈ പാത്രത്തിലേക്ക് തന്നെ മാറ്റാം. ഇനി അതേ പാനിൽ നമുക്ക് അടുപ്പിൽ വെച്ച് കൊടുക്കാം. അതേ പാനിലേക്ക് കുറച്ചുകൂടെ എണ്ണ ചേർത്ത് കൊടുക്കാം. ആറ് ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ എണ്ണ ചൂടാവുമ്പോൾ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി നന്നായി വഴണ്ട് വരുമ്പോൾ നമുക്ക് 2 ബേ ലീഫ് ഇട്ട് കൊടുക്കാം. അതേപോലെ 2 കഷ്ണം പട്ട ഇടാം. ഇനി മല്ലിയിലയുടെ തണ്ടാണ്, അത് കുറച്ചിട്ട് കൊടുക്കാം. മല്ലിത്തണ്ട് ഇട്ടിട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അതേപോലെ മുളക് പൊടി ഒരു 2 ടീസ്പൂൺ. ഗരം മസാല പൊടി ഒരു 1/2 ടീസ്പൂൺ. മല്ലിപ്പൊടി 2 ടീസ്പൂൺ.
നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പൊടികളെല്ലാം ചേർത്തോ നല്ലപോലെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റാക്കി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ചൂടായതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പനീർ ബട്ടർ മസാല നല്ല റെഡ് കളറായിരിക്കും. അത് പൗഡർ ചേർത്തിട്ടാണ്, കളർ ചേർത്തിട്ടാണ് ആ കളർ വരുന്നത്. നമ്മളിവിടെ കളർ ചേർത്തിട്ടില്ല. അപ്പം നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിലത്തെ പച്ചമണമൊക്കെ നല്ലപോലെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പനീർ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് വേവട്ടെ. നമുക്ക് അടച്ചു വയ്ക്കാം. ഒന്ന് തുറന്ന് നോക്കാം. നല്ലപോലെ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഒരു ഷുഗറിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വേണമെങ്കിൽ ചേർത്താം. അപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ ചേർത്തുന്നുണ്ട്. ഒന്നുകൂടെ അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് നമ്മൾ ടേസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറെങ്കിലും അത് കഴിഞ്ഞ് സെറ്റ് ആവണം. അപ്പോഴേ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ. അപ്പോൾ നമുക്കിനി 1 മണിക്കൂർ കഴിഞ്ഞ് ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പനീർ ബട്ടർ മസാല റെഡിയാക്കിയിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫൈസലിനെ വിളിക്കാം. അപ്പോൾ ഫൈസലെ കറി റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് നോക്കൂ. എന്തായാലും നല്ല സന്തോഷമായിട്ടുണ്ട് എനിക്ക്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറിയാണ് പനീർ ബട്ടർ മസാല. അതേപോലെ ആ 1 മണിക്കൂർ ഗ്യാപ്പിൽ ബാക്കി ചേച്ചി അടിപൊളിയായിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ. എല്ലാം കൂടെ റെഡി ആണല്ലോ അല്ലേ? അപ്പോൾ റെഡി. എന്തായാലും ഞാൻ ചപ്പാത്തി എടുത്ത് ടേസ്റ്റ് ചെയ്ത് ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ശരി, എന്തായാലും നോക്കട്ടെ. ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു കറിയാണ്. ഈ കറി കുറച്ചും കൂടി ബ്യൂട്ടി ആയിട്ടുണ്ടാവും കളർ ചേർത്തിട്ടുണ്ടെങ്കിൽ. അതെ, നോക്കട്ടെ. ഇപ്പൊ പറയാം എല്ലാതും. കഴിച്ചിട്ട് പറയും, ടെൻഷൻ അടിക്കണ്ട. ഇല്ല ഇല്ല, അരെ വാ, വേറെ ലെവലാണോ അല്ലേ? ഒന്നും പറയല്ല.
അത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുണ്ട്, അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓരോ സാധനങ്ങൾ ചേർത്തുമ്പോഴും അതാത് മൂപ്പെത്തിയിട്ടാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇത് കഴിക്കുമ്പോൾ വളരെ വൃത്തിയായിട്ട് തന്നെ അറിയാൻ കഴിയുന്നുണ്ട് പറയാം. എക്സലന്റ്, ഒന്നും പറയാനില്ല. പക്ഷെ കുറച്ച് കോസ്റ്റ്ലിയാണ് ഈ കറി അല്ലേ? അതെ അതെ, കുറച്ച് കോസ്റ്റ്ലിയാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്തെന്നാലും ഇത് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം പറയാം, അപാര ടേസ്റ്റാണ്. അതെ, വീട്ടിലെല്ലാവർക്കും ഇത് ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാം കിട്ടുന്ന സാധനങ്ങളാണ്. അപ്പോൾ പനീർ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ പനീർ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ പനീറൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി കഴിച്ചു. ഇത് വേറെ പനീർ ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ചാണ്. അത് നമ്മൾ വാങ്ങിച്ചാണ്. അപ്പം എനിക്ക് വേറെ ഒന്നുമില്ലല്ലോ, ഒന്നും പറയാനില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പനീർ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിന്റെ പനീർ ഫ്രൈ ചെയ്യുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. അതെ, ആ ഒരു ടേസ്റ്റ് കൂടുന്നത് ആ പനീർ ബട്ടറിൽ ഫ്രൈ ചെയ്യുമ്പോഴുള്ള ടേസ്റ്റ് കൂടുന്നത്. അതെ അതെ അതെ. ട്രൈ ചെയ്ത് നോക്കുക. പിന്നെന്താ ബാക്കി പറയാനുള്ളത്? വേറൊന്നും പറയാ, അത്രയും ടേസ്റ്റാണ്. ഒന്നുകൂടെ കഴിക്കാൻ കഴിച്ചോളൂ. വേറെ നമുക്കൊന്നും പറയാനില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ട്രൈ ചെയ്യുക, കമന്റിലൂടെ നമ്മൾ അറിയിക്കാം. അപ്പോൾ അതേപോലെ നമ്മുടെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കുക. അടുത്ത പാടി കിച്ചന്റെ പുതിയ വീഡിയോ കാണുന്നവരെയും എല്ലാവർക്കും പാടി കിച്ചന്റെ ബൈ.